സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങുമ്പോൾ സാധാരണ നമ്മൾ എന്താണ് നോക്കുന്നത്? ഹീറോയെ നോക്കും, ഹീറോയിന്റെ ലുക്ക് നോക്കും, ബാക്ക്ഗ്രൗണ്ട് നോക്കും, പിന്നെ സ്ക്രോൾ ചെയ്തു പോകും. പക്ഷേ ചില പോസ്റ്ററുകൾ അങ്ങനെയല്ല. ഒരു ചിത്രം കണ്ടാൽ തന്നെ മനസ്സിൽ ഒരു ചോദ്യം കയറി വരും. ഇവിടെ എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അത്തരമൊരു പോസ്റ്ററാണ്. ധൂമകേതു. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ദുരൂഹതയുണ്ട്. ആകാശത്ത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരു ധൂമകേതു പോലെ. എന്തോ അപ്രതീക്ഷിതമായ ഒന്നാണ് ആ സിനിമ പറയാൻ പോകുന്നതെന്ന് ആദ്യ നോട്ടത്തിൽ തന്നെ തോന്നും. അതിനേക്കാൾ കൗതുകം ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ലുക്ക് ആണ്. പോസ്റ്ററിൽ നമുക്ക് മുന്നിൽ നിൽക്കുന്നത് സജിൻ ഗോപുവും നിഖില വിമലും. പക്ഷെ അവരുടെ ചുറ്റും നിൽക്കുന്ന ചില മുഖംമൂടിധാരികൾ. ആ മുഖംമൂടികൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ആരാണവർ? സുഹൃത്തുക്കളോ, ശത്രുക്കളോ, അതോ ഈ കഥയിലെ ഏറ്റവും വലിയ രഹസ്യമോ? അതാണിപ്പോൾ സിനിമാ പ്രേമികളെ ചിന്തിപ്പിക്കുന്നത്. കാരണം മലയാള സിനിമയിൽ ഒരു സിനിമയുടെ വിജയത്തിന് പിന്നിൽ പല ഘടകങ്ങളുണ്ടെങ്കിലും പ്രേക്ഷകരുടെ കൗതുകം പിടിച്ചു നിർത്തുക എന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അവിടെയാണ് ധൂമകേതു എന്ന സിനിമയുടെ ആദ്യപടി വിജയകരമായി കടന്നു പോകുന്നത്. ഇനി സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു പ്രധാന കാര്യം കൂടി പറയാതെ വയ്യ. ഈ സിനിമ നിർമ്മിക്കുന്നത് പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച സൂക്ഷ്മദർശിനിയുടെ നിർമ്മാതാക്കളാണ്. ഒരു സിനിമ വിജയിച്ചാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ടീമിന്റെ അടുത്ത പ്രോജക്റ്റിനായി ആളുകൾ കാത്തിരിക്കും. കാരണം അവരിൽ ഒരു വിശ്വാസം ജനിക്കും. അവരുടെ അടുത്ത സർപ്രൈസ് എന്തായിരിക്കും? അതാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. സൂക്ഷ്മദർശിനിക്ക് ശേഷം എന്ത്? ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ധൂമകേതു എത്തുന്നത്. ഇനി കാസ്റ്റിലേക്ക് വരാം. സജിൻ ഗോപു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാള സിനിമയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട നടന്മാരിൽ ഒരാളാണ്. ചെറിയ വേഷങ്ങളിൽ നിന്ന് തുടങ്ങി പ്രേക്ഷകർ സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ പോലും പേര് നോക്കുന്ന നടനായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം നിഖില വിമൽ. എപ്പോഴും കഥാപാത്രങ്ങൾക്ക് ഒരു സ്വാഭാവികത കൊണ്ടുവരുന്ന നടി. സ്ക്രീനിൽ വന്നാൽ അഭിനയിക്കുന്നതല്ല, ജീവിക്കുന്നതാണെന്നേ തോന്നൽ നൽകുന്ന താരമാണ് നിഖില. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ഷൈൻ ടോം ചാക്കോ ഉണ്ട്, ഗണപതി ഉണ്ട്, മഞ്ജു പിള്ളയുണ്ട്, സിദ്ധാർത്ഥ് ഭരതനുണ്ട്. ഓരോരുത്തരും വ്യത്യസ്ത ഊർജ്ജമുള്ള അഭിനേതാക്കളാണ്. ഇവരെയെല്ലാം ഒരേ കഥയിൽ കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അതാണിപ്പോൾ ആളുകളെ ആകർഷിക്കുന്നത്. മറ്റൊരു കൗതുകകരമായ കാര്യം, ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് സുധി മാഡ്സൺ ആണ്. ഇപ്പോൾ മലയാള സിനിമയിൽ യുവ സംവിധായകർ പരീക്ഷണങ്ങൾ തയ്യാറാകുന്ന കാലമാണ്. പുതിയ കഥകൾ, പുതിയ അവതരണ രീതികൾ, പുതിയ ഫോർമുലകൾ, പൊളിച്ചെഴുതുന്ന സമീപനങ്ങൾ. അതിനിടയിൽ ഒരു ദുരൂഹത നിറഞ്ഞ ടൈറ്റിലും അതിലും ദുരൂഹമായ ഫസ്റ്റ് ലുക്കുമായി എത്തുന്ന സിനിമയെന്ന നിലയിൽ ധൂമകേതു വേറിട്ട് നിൽക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചാൽ ഇന്ന് സിനിമയുടെ പ്രൊമോഷൻ രീതികളും മാറിയിരിക്കുന്നു. മുൻപ് ഒരു സിനിമ വരുന്നു എന്ന് അറിയാൻ ട്രെയിലർ വരെ കാത്തിരിക്കേണ്ടിയിരുന്നു. ഇപ്പോൾ ഒരു പോസ്റ്റർ മതി, ഒരു ചിത്രം മതി, സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച തുടങ്ങാൻ. കാരണം ഇന്നത്തെ പ്രേക്ഷകർ വെറും സിനിമ കാണാൻ മാത്രമല്ല ആഗ്രഹിക്കുന്നത്, അവർ സിനിമയെക്കുറിച്ച് ഊഹിക്കാനും ആഗ്രഹിക്കുന്നു. കഥ എന്തായിരിക്കുമെന്ന് കണ്ടെത്താൻ പരിശ്രമിക്കുന്നു. അതാണ് ഒരു നല്ല ഫസ്റ്റ് ലുക്കിന്റെ വിജയം. അത് കഥ പറയില്ല, പക്ഷെ കഥയെക്കുറിച്ച് ചിന്തിപ്പിക്കും. ധൂമകേതു ഇപ്പോൾ ചെയ്യുന്നതും അതുതന്നെയാണ്. ആ മുഖംമൂടികൾക്ക് പിന്നിൽ എന്താണ്? സജിൻ ഗോപുവിന്റെ കഥാപാത്രം ആരാണ്? നിഖില വിമലിന്റെ കഥാപാത്രം എന്താണ് മറച്ചു വെക്കുന്നത്? ഷൈൻ ടോം ചാക്കോ ഏതു തരത്തിലുള്ള വേഷത്തിലായിരിക്കും എത്തുക? ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ അറിയണമെന്ന ആഗ്രഹം ജനിപ്പിച്ചിട്ടുണ്ട്. അതാണ് വിജയത്തിന്റെ തുടക്കം. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയണം. വലിയ താരങ്ങൾക്ക് മാത്രം സിനിമ വിജയിപ്പിക്കുന്ന കാലം മാറുകയാണ്. ഇപ്പോൾ കഥയാണ് താരം, കണ്ടന്റാണ് താരം, അപ്രതീക്ഷിതമായ അനുഭവങ്ങളാണ് താരം. അതിലാണ് ചെറിയ സൂചനകൾ പോലും വലിയ ചർച്ചയാകുന്നത്. ഒരു പോസ്റ്റർ പോലും മണിക്കൂറുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ധൂമകേതുവിന്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് നമുക്ക് അറിയാവുന്നത് വളരെ കുറവാണ്. പക്ഷെ അറിയാത്ത കാര്യങ്ങളാണ് കൂടുതലും. ചിലപ്പോൾ അതാണ് ഏറ്റവും നല്ല പ്രൊമോഷൻ. കാരണം എല്ലാ രഹസ്യങ്ങളും ആദ്യ ദിവസം തന്നെ തുറന്നു കാട്ടുന്ന സിനിമകളെക്കാൾ ഓരോ ഘട്ടത്തിലും പ്രേക്ഷകരെ ചിന്തിപ്പിക്കുന്ന സിനിമകളാണ് കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് ധൂമകേതു ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മാത്രമല്ല, ഒരു ചോദ്യം കൂടിയാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി വരാനിരിക്കുന്ന ടീസറുകളും ട്രെയിലറുകളും സിനിമയും നൽകേണ്ടത്. അതുവരെ നമുക്ക് കാത്തിരിക്കാം.